നമ്മളിന്ന് റെഡി ആയിട്ട് പോകണതാണ് കേട്ടോ. റെഡി ആയിട്ട് പോകണത് എന്തിനാണെന്നറിയോ? ദൃശ്യം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ണാടി മുമ്പിൽ കുറച്ച് നേരം ഷോ കാണിക്കാണ്ട് പോകാൻ പറ്റുമോ? ഇതേ എൻ്റെ കമ്മലുണ്ടോ, അടിപൊളിയല്ലേ? പിന്നെ ഒരു ബ്രേസ്ലെറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി ടാറ്റ ബൈ ബൈയും പറഞ്ഞ് പോവാം. അപ്പോൾ കണ്ടെയ്നർ റോഡ് വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ടെയ്നർ റോഡിൻ്റെ രണ്ട് സൈഡിലാണെങ്കിൽ നിറയെ വാഗമരങ്ങളുണ്ട്. കാണാൻ തന്നെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. ഈ വാഗയൊക്കെ പൂത്ത് നിൽക്കണതാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആകാശം കാണാൻ അതിലേറെ ഭംഗി. അങ്ങനെ അതൊക്കെ കണ്ടാണ് നമ്മൾ തിയേറ്ററിലെത്തിയത്. വനിതയിലാണ്. കയറിയപ്പോൾ തന്നെ നമ്മൾ പോപ്കോൺ മേടിച്ചിട്ടുണ്ട്. പോപ്കോണും മേടിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ പരസ്യം എത്തിയിട്ടുണ്ട്. പരസ്യമൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞിട്ട് പോപ്കോണും തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സിനിമ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 3 അങ്ങനെ നമ്മൾ കണ്ടു. അടിപൊളി സിനിമയായിട്ട് ഒരു ഫാമിലി ഡ്രാമ. എല്ലാവരും എന്തായാലും പറ്റുകയാണെങ്കിൽ പോയി കാണണം. ഇതേണ്ട നമ്മൾ പാതിരാക്കോഴിയിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്നിരുന്നപ്പോൾ തന്നെ അതേ സെർച്ചിങ് തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തു. ഒന്നുമില്ല, സാധാരണ അൽഫാം തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇത് വെറുതെ ഷോ മാത്രം. അത് കഴിഞ്ഞ് അങ്ങനെ നോക്കിയിരുന്നതേ നമ്മുടെ ഫ്രഷ് ലൈം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് ലൈമും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിച്ച് ഫോണും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഷവർമ എത്തിയിട്ടുണ്ട്, മൈ ഫേവറേറ്റ്. അത് കഴിഞ്ഞിട്ട് വിച്ചുവിൻ്റെ അൽഫാം എത്തി. പക്ഷേ ഷവർമ എത്തിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അൽഫാം വന്നത്. അപ്പോഴേക്കും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അൽഫാമിൻ്റെ കാല് മാത്രം ബാക്കിയായി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി.